നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, പിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, താഴ്വണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും കുഞ്ഞു മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യമായിട്ട് തിരുക്കുമാരനോടും അമ്മ മാതാവിനോടും കോടാനുകോടി നന്ദി. എൻ്റെ പേര് നന്ദന. ഞാൻ കോതമംഗലത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അമ്മ. ഞാനിവിടെ ഉടമ്പടി എടുത്തത് ജനുവരി 18, 2024 ഞാൻ ആക്ച്വലി ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നതല്ല. ഞാനിവിടെ വന്നപ്പോൾ അമ്മയാണ് ആ ക്യൂയിലേക്ക് കയറി നിൽക്കാൻ പറഞ്ഞു എന്നോട്. അങ്ങനെ ഞാൻ ക്യൂയിലേക്ക് കയറി നിന്നു, ഉടമ്പടി എടുത്തു. അന്ന് ഞാൻ OET എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഞാനൊരു 10 തവണയോളം OET എക്സാം എഴുതി, പക്ഷെ എനിക്ക് പാസ്സാകാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ സിസ്റ്ററാണ് എന്നോട് പറഞ്ഞത് നമുക്ക് IELTS ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ IELTS ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ എനിക്ക് മാതാവ് UK സ്കോർ തന്ന് അനുഗ്രഹിച്ചു. അതിനുശേഷം എൻ്റെ CBT എക്സാം ആയിരുന്നു. എനിക്കൊരു വലിയ ടെൻഷനായിരുന്നു CBT എക്സാം. ഇത്ര എക്സാം ഫെയിലായി, എനിക്കറിയില്ല ഇതെങ്ങനെ പഠിച്ച് പാസ്സാവുമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒക്ടോബർ മാസമായിരുന്നു എൻ്റെ CBT എക്സാം. ജയമാല റാലിക്ക് മുന്നേ ആയിരുന്നു.
ഞാൻ CBT എക്സാം എഴുതി. CBT എക്സാം A പാർട്ട് B പാർട്ട് എന്ന് പറഞ്ഞ 2 പാർട്ടാണുള്ളത്. ഫസ്റ്റ് എക്സാം എഴുതി. അന്ന് ഞാൻ മാതാവിൻ്റെ ഉപ്പും തൈലവും കാശുരൂപവും കൊന്തയൊക്കെ ആയിട്ടാണ് പോയത്. അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ മാമിനോട് പറഞ്ഞു, എൻ്റെ പോക്കറ്റൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് എന്ന് പറഞ്ഞു. അന്ന് ഞാൻ പോക്കറ്റിൽ ഉപ്പിട്ടുണ്ടായിരുന്നു പോയേ. അന്ന് ഉപ്പ് എൻ്റെ പോക്കറ്റിൽ നിന്ന് നിലത്തേക്ക് വീണു. അതുപോലെ എൻ്റെ കൊന്തയൊന്നും കയറ്റിച്ചില്ല. ഞാൻ മാമിനോട് ചോദിച്ചു, കാശുരൂപം മാത്രം ഞാൻ കയറ്റിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇപ്പം ഇവിടെ വയ്ക്കുക, ഞാൻ പറയാം. അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ അങ്ങ് താഴെ പോയി. ഓക്കെ, ഞാൻ അത് കഴിഞ്ഞ ശേഷം ഞാൻ മാമിനോട് ചോദിച്ചു, മാം ഞാൻ കാശുരൂപം മാത്രം കയറ്റിക്കോട്ടെ. ഓക്കെ, നീ അത് മാത്രം കയറ്റിക്കോളാൻ പറഞ്ഞു. അന്ന് എന്നെ കൊണ്ട് കൊന്ത കയറ്റിച്ചില്ല. അന്ന് ഞാൻ എക്സാം എഴുതി. എനിക്ക് കുഴപ്പമില്ലായിരുന്നു, പാസ്സാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഞാൻ എക്സാം ഫെയിലായി. നമുക്ക് അപ്പം തന്നെ റിസൾട്ട് പ്രിൻ്റ് എടുത്തവർ കയ്യിൽ തരും. അതെനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ബസ് കാത്ത് നിന്നപ്പോൾ, തിരിച്ച് വീട്ടിലേക്ക് വരാൻ ബസ് നോക്കി നിന്നപ്പോൾ ബസ് വന്നു. ഞാൻ കുറച്ച് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ കൊന്തയിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ ഉടമ്പടി കാശുരൂപം കാണാനില്ല. അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ തിരിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് തന്നെ വന്നു. അന്ന് അവിടെ കിടപ്പുണ്ടായിരുന്നു ആ കാശുരൂപം. അങ്ങനെ ഞാൻ നെക്സ്റ്റ് എക്സാമിന് 10 days കഴിഞ്ഞാണ് എടുത്തത്. അന്നിവിടെ ഒക്ടോബർ റാലിയുടെ ആ ടൈമായിരുന്നു. അപ്പം ഞാൻ വോളണ്ടിയറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ എൻ്റെ ഫെയിലായ ഷീറ്റും പിടിച്ചുകൊണ്ടാണ് പള്ളി വരെ എത്തിയത്, ജപമാല ചൊല്ലി. അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ അടുത്ത 26 ഒക്ടോബർ റാലിക്ക് ഞാൻ എൻ്റെ പാസ്സായ റിസൾട്ടും പിടിച്ചുകൊണ്ടേ ഞാൻ നടക്കാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ എക്സാം പോയി എഴുതി. ആ എക്സാമിന് ഞാൻ ചെന്നപ്പോൾ ഞാൻ വേറെ സെൻറ്ററായിരുന്നു എടുത്തത്. അന്ന് അവിടെ ചെന്ന് ഇപ്പോൾ ഒരു സാറായിരുന്നു. സാറിനോട് കയറി വരാൻ പറഞ്ഞു. നീ ഓക്കെ ആണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം. ഞാൻ വാഷ്റൂമിൽ ചെന്നു. ഉപ്പെടുത്ത് എൻ്റെ നഖത്തിൻ്റെ ഇടയ്ക്ക് വെച്ചു. കാശുരൂപ എൻ്റെ കഴുത്തിൽ എൻ്റെ മാലയിലായിരുന്നു ഇട്ടായിരുന്നേ. അങ്ങനെ ഞാൻ അകത്തേക്ക് ഡോറ് നീന്നപ്പോൾ ഒരു സുന്ദരി മേഡം, അതെനിക്കറിയാം എൻ്റെ അമ്മ മാതാവ് തന്നെയാണ്. എനിക്ക് ശരിക്കും മനസ്സിലായി. കാരണം ഭയങ്കര ഭംഗിയായിരുന്നു മേഡത്തെ കാണാൻ. ഞാൻ ചെന്നു. അപ്പം എന്നോട് ചോദിച്ചു, ചിരിച്ചോണ്ട് എന്നോട് പറഞ്ഞു, നീ കയറി വാ, നീ ടെൻഷനൊന്നും അടിക്കണ്ട. നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് ആശ്വാസമായി. എനിക്ക് മനസ്സിലായി അത് മാതാവ് തന്നെയാണെന്ന്. ഞാൻ ഉള്ളിലേക്ക് കയറി. അവിടെ ചെന്ന് സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ മേഡം ഇരുന്ന് എനിക്കെല്ലാം സെറ്റ് ചെയ്ത് തന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു, നീ മേഡത്തിൻ്റെ ഡ്രസ്സിൻ്റെ കളർ നോക്കാൻ. ഇപ്പോഴത്തെ ഞാൻ നോക്കിയപ്പോൾ അത് നീല ഒരു സാരിയായിരുന്നു മേഡം എടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന്. അന്ന് ഞാൻ കാശുരൂപം എൻ്റെ കഴുത്തിലായിരുന്നു ഇട്ടായിരുന്നേ. ഫസ്റ്റ് ക്വസ്റ്റിന് എനിക്കറിയായിരുന്നു. പിന്നെ വന്നപ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് ഉത്തരം ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ ഓരോന്നിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴും ഞാൻ കാശുരൂപത്തെ തൊട്ട് വിശ്വാസപ്രമാണം ചൊല്ലി, മാതാവേ എനിക്കിതൊന്നും അറിയില്ല, മാതാവേ നീ തന്നെ ആയിരിക്കണം ഇതിന് ഉത്തരം നൽകുന്നതെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്കൊന്നും അറിയാതെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഇതെനിക്കൊന്നും അറിയില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ആരും എന്നോട് പറഞ്ഞു, നീ നിനക്ക് ഇഷ്ടമുള്ളത് അങ്ങ് ക്ലിക്ക് ചെയ്യുക, നിൻ്റെ ഇൻകറക്റ്റായിട്ടുള്ള ആൻസറൊക്കെ ഞാനല്ലേ കറക്റ്റ് ചെയ്യണേന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ അതനുസരിച്ച് എനിക്ക് തോന്നിയത് ഞാൻ അങ്ങ് ക്ലിക്ക് ചെയ്ത് വിട്ടു. ലാസ്റ്റ് കൺഫേം കൊടുക്കാൻ നേരത്ത് കൺഫേം കൊടുത്തു. അപ്പോഴത്തേക്കും ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്തിട്ടില്ല. ഞാൻ പെട്ടെന്ന് മേഡത്തിനെ വിളിച്ചു. 4 മിനിറ്റ് ആയിരുന്നു ബാലൻസ് ഉള്ളൂ. അപ്പോഴത്തേക്കും മേഡം വന്നു, എനിക്കത് എടുത്തു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ചെയ്തോളാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ക്വസ്റ്റ്യൻ ചെയ്തതായിരുന്നു. ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്. ഞാൻ സെക്കൻഡ് ഓപ്ഷനാണ് ഞാനത് ആൻസറായിട്ട് കൊടുത്തേ. പക്ഷെ ഞാൻ അത് തന്നെ കൊടുക്കാൻ വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു, നീ അത് കൊടുക്കണ്ട, നീ 3rd ആൻസർ തന്നെ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു. അതനുസരിച്ച് ഞാൻ 3rd ആൻസർ തന്നെ ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു മേഡം എന്നോട്. അപ്പോൾ തന്നെ റിസൾട്ട് നമുക്കെടുത്ത് കയ്യിലേക്ക് തരും. ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി, മാതാവേ ഇതെനിക്ക് പാസ്സാക്കി തന്നെ, എൻ്റെ ലാസ്റ്റ് ചാൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ മേഡം റിസൾട്ട് എനിക്ക് പ്രിൻ്റ് എടുത്തിൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു താങ്ക്സ് എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല എന്താണ്. ഞാൻ മേഡത്തിനോട് ചോദിച്ചു, മേഡം ഞാൻ പാസ്സായോ എന്ന് ചോദിച്ചു. എനിക്ക് ആ മേഡം പാസ് എന്നുള്ള ആ സ്ഥലത്ത് കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് കാണിച്ചു, നീ പാസ്സായി എന്ന് പറഞ്ഞ്. ശരിക്കും മാതാവാണെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കാരണം അത് ശരിക്കും മാതാവിനെപ്പോഴും ഒരു മേഡായിരുന്നു. പാസ്സാക്കി തന്ന കൃപാസന മാതാവിനെ കോടാനുകോടി നന്ദി. അതേപോലെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ്, എനിക്ക് 2 വീലർ, എനിക്ക് സൈക്കിൾ ബാലൻസ് പോലും ഇല്ല. ഞാൻ നേരത്തെ ഡേറ്റ് എടുത്തു. എന്നെ പഠിപ്പിച്ച ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ ഇത്ര നേരത്തെ ഡേറ്റ് എടുക്കണ്ടായിരുന്നു, കാരണം നിനക്ക് ഒട്ടും നീ അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുന്നില്ല, എനിക്ക് തോന്നണില്ല നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് കഴിഞ്ഞു. ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വളരെ ഭംഗിയായിട്ട് ചെയ്തു. അന്ന് ഞാൻ റോഡ് ടെസ്റ്റിന് പോയപ്പോൾ സാറിരിക്കുന്ന സീറ്റയിൽ
ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കയറ്റത്തിൽ നിന്ന് എടുക്കണം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം എന്നോട് പറഞ്ഞാൽ പോലും ചിലപ്പോൾ എനിക്കറിയില്ല. പക്ഷെ അന്ന് എന്നോട് ചോദിച്ചു, സാർ നിനക്ക് കയറ്റത്തിൽ നിന്ന് എടുക്കാൻ അറിയുമോയെന്ന്. ഞാൻ എന്ത് ധൈര്യത്തിലാണെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു എനിക്കറിയാമെന്ന് പറഞ്ഞു. എങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് തിരുക്കുമാരൻ എനിക്ക് നടത്തി തന്നാന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അന്ന് ഞങ്ങൾ 4 പേര് പോയതിൽ 2 പേർക്ക് മാത്രമേ ലൈസൻസ് കിട്ടിയുള്ളൂ. അത് മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതേപോലെ ഞാൻ ആദ്യം സ്റ്റഡി വിസയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കുറച്ച് എമൗണ്ട് ഞാൻ ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കിട്ടാൻ കുറേ താമസിച്ചു. കാരണം എനിക്ക് ഈ പ്രോസസ്സിങ് നടക്കുമ്പോൾ അതിൻ്റെ കുറച്ച് ഫണ്ടൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു റീഫണ്ട് കിട്ടാൻ വേണ്ടി. അതെനിക്ക് മാതാവ് തിരുക്കുമാരൻ വഴി തന്നനുഗ്രഹിച്ചു. അതിനും കോടാനുകോടി നന്ദി. അതേപോലെ അമ്മ ഈസ്റ്റേണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മയുടെ ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദനയായിരുന്നു. കാരണം കുറച്ച് ടൈം ഇരുന്നിട്ട് പിന്നെ എണീക്കാൻ പാടില്ല. എണീറ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ രാവിലെയൊക്കെ എണീക്കുമ്പോൾ മുട്ടലെഴിഞ്ഞായിരുന്നു അമ്മ പോയിക്കൊണ്ടിരുന്നത്. കാരണം ഞാൻ കാണണ്ടല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത ടൈമിൽ അമ്മയുടെ ഉപ്പൂറ്റിയിൽ ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ അമ്മ ജോലി റിസൈൻ ചെയ്തേ. ഇപ്പം അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. അമ്മ തയ്ക്കണുണ്ട്. എന്തോരം നേരം വേണം നിൽക്കുമോ നടക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതും മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ടാണ്. അതേപോലെ എൻ്റെ കാലിൻ്റെ വേദന, പിന്നെ എന്തെങ്കിലും ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മാതാവിൻ്റെ ഉപ്പും തേനുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ മാതാവ് മാറ്റി തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, ഈ ഉടമ്പടിയിൽ വന്നേ പിന്നെ കൂടുതൽ ദൈവത്തോടും കർത്താവിനോടും മാതാവിനോടും കൂടുതൽ അടുക്കാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുർബാന, ഞാനൊരു 1 ഇയറായിട്ട് ഇപ്പോൾ ഡെയിലി കുർബാന കൂടുന്നുണ്ട്. എനിക്ക് കുർബാന ഒരു ദിവസം മിസ്സായി കഴിഞ്ഞാൽ എന്തോ എൻ്റെ ലൈഫിൽ നിന്ന് എന്തോ ഒന്ന് മാറിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എന്ന് ഞാൻ പരമാവധി 1-2 ദിവസങ്ങളിൽ മാത്രമേ എങ്ങനെയെങ്കിലും ആൻറ്റിയുടെ വീട്ടിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ മാത്രമേ എനിക്ക് മിസ്സാവാറുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഞാൻ കുർബാന കൂടാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുർബാന എനിക്കൊരു അനുഭവമായി തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാനൊരു തവണ ഞാൻ എന്നും ഇങ്ങനെ തിരുവോസ്തി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ ടൈമിൽ, കുർബാന കൊടുക്കുന്ന ആ ടൈമിൽ ഞാൻ മുട്ടുമേ നിന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹം കർത്താവിനെ സ്വീകരിക്കാൻ. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ നീ എന്നെ കാണുന്നുണ്ടോ, നീ എന്നെ ഒന്ന് നോക്കാൻ പറഞ്ഞു. അന്ന് ഞാൻ കുർബാന കഴിഞ്ഞ് ഞാൻ കുറച്ച് ടൈമിരുന്ന് ബൈബിൾ വായിക്കാറുണ്ട് പള്ളിയിൽ. അങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ആൻറ്റി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നീ എന്താ കുർബാന സ്വീകരിക്കാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ഹിന്ദു, അതുകൊണ്ട് ഞാൻ സ്വീകരിക്കാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എന്നും നിന്നെ നോക്കാറുണ്ട്, നീ കുർബാനയിലേക്ക് കൊതിയോടുകൂടി ഞാൻ നോക്കാറുണ്ടെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് കിട്ടി, അത് കർത്താവ് തന്നെ എനിക്ക് തന്ന ആൻസറാണെന്ന്. അതേപോലെ ഡിസംബർ 25 ആ പാതിര കുർബാനയ്ക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു 24-ാം തീയതി. അന്ന് ഞാൻ കുർബാന കൂടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ അന്ന് കുർബാന കൊടുക്കുന്ന സമയത്ത് അച്ഛനൊരു വാക്ക് പറഞ്ഞു, കുർബാന സ്വീകരിക്കാൻ യോഗ്യതയുള്ളവർ മാത്രം സ്വീകരിക്കാമെന്ന്. അതെന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ചങ്കിലേക്ക് ഭയങ്കരമായിട്ട് കുത്തിക്കയറി. അച്ഛൻ കുമ്പസാരിച്ച് അങ്ങനെ കുർബാന സ്വീകരിക്കാൻ യോഗ്യതയുള്ളവർ സ്വീകരിക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എൻ്റെ മനസ്സിലേക്ക് ഭയങ്കരമായിട്ട് കുത്തിക്കയറിയത്. ഞാനപ്പോൾ തന്നെ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ എനിക്ക് യോഗ്യതയില്ല, എനിക്ക് ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് ഞാനവിടെ ഇരുന്ന് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. അന്ന് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഞാനിരുന്നു കരഞ്ഞു ഫുൾ ടൈം. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് കിടക്കാൻ നേരത്ത് പെട്ടെന്ന് എൻ്റെ ചെവിയിൽ ആരോ 2-3 വചനം 2-3 ഞാൻ കേട്ടുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ ബൈബിൾ എടുത്ത് നോക്കാമെന്ന് ഓർത്തു. രാവിലെ ബൈബിൾ എടുത്ത് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ജോർദാൻ നദിയിൽ മാമോദിസ സ്വീകരിക്കുന്ന ആ കാര്യമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവ് എന്തെങ്കിലും ഒരു ദിവസം എനിക്കിത് നടത്തി തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എവിടെയെങ്കിലും പോകണോ, ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകണം, ഇഷ്ടപ്പെട്ട ഫുഡൊന്നുമല്ല, എനിക്ക് എന്തെങ്കിലും കർത്താവിനെ സ്വീകരിക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം. അത് നല്ല ജോലി ഒന്നുമല്ല, എനിക്ക് കർത്താവിനെ സ്വീകരിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും എൻ്റെ വലിയൊരു ആഗ്രഹം. അത് കർത്താവ് നടത്തി തരും എനിക്ക് ഒരു വിശ്വാസമുണ്ട്. അതേപോലെ ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് എൻ്റെ അടുത്ത വൃദ്ധസദനമുണ്ട്. അവിടെ പോയി ഞാൻ അമ്മമാരെ കുളിപ്പിക്കുകയും അവർക്ക് ഫുഡ് കൊടുക്കുകയും അതുപോലെ നഖം വെട്ടിക്കൊടുക്കുകയും അവരോട് സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ആഴ്ചയിലൊരിക്കൽ ഞാൻ പോകാറുണ്ട്. അതേപോലെ പൊതിച്ചോറാണേലും ആഴ്ചയിലൊരിക്കൽ 3 പൊതി വെച്ച് ഞങ്ങൾ കൊടുക്കാറുണ്ട് വീട്ടിൽ നിന്ന്. പിന്നെ മാതാവിൻ്റെ പത്രം അത് ഞാൻ വീടുകൾ കയറി നടന്നും
അതേപോലെ സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ ഞാൻ കൊടുത്ത് ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പറയാറുണ്ട്. പിന്നെ എൻ്റെ തിരിയിൽ എനിക്ക് എപ്പോഴും മാതാവിൻ്റെ ഓരോരോ കാര്യങ്ങൾ കാണാൻ പറ്റാറുണ്ട്. മാതാവിനെയായിട്ടും തിരുഹൃദയമായിട്ടൊക്കെ എനിക്ക് കാണാൻ പറ്റാറുണ്ട്. പിന്നെ ഇന്ന് 4-ാം തീയതി, ഈ 4-ാം തീയതി എനിക്ക് കഴിഞ്ഞ മാസം മാതാവിൻ്റെ തിരിയിൽ കാണിച്ചു തന്നു. ഞാൻ സിസ്റ്റർ കാണിച്ചിട്ടുണ്ട്. കറക്റ്റ് 4, എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ ഈ 4-ാം തീയതി ആയപ്പോൾ എന്നോട് ഇന്ന് പള്ളി പോകണം, സാക്ഷ്യം പറയണം എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിച്ചു. അത് കറക്റ്റ് ഈ ഡേറ്റ് ആയിരുന്നു ശരിക്കും പച്ചത്തിരിയിൽ എനിക്ക് കാണിച്ചു തന്നെ. പിന്നെ അതേപോലെ തന്നെ എനിക്ക് കൂടുതലായിട്ട് കൊന്ത ചൊല്ലാണ്. ഞാൻ എന്നും ഒരു 7 മണി സമയം ഉണ്ടെങ്കിൽ ഞാനും അമ്മയിരുന്ന് കൊന്ത ചൊല്ലും, അത് മസ്റ്റായിട്ടും. പിന്നെ ബൈബിള് വായിക്കാനുള്ള കൃപ മാതാവ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അമ്മമാരെ കുളിപ്പിക്കാറും അവർക്ക് ഫുഡൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാം, ഞാനൊരു ഓസ്കിയുടെ ക്ലാസ്സിന് വേണ്ടി 2 വീക്സ് ഞാൻ എറണാകുളം പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു അമ്മാമ്മ പ്രായമായി കിടക്കുമായിരുന്നു, മീൻസ് മരിക്കാറൊക്കെ ആ ഒരു ഇതിൽ കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ക്ലാസ്സിന് പോയപ്പോൾ ഞാൻ റൂമിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചു, അയ്യോ അമ്മാമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു. പക്ഷെ ഞാനൊരു ശനിയാഴ്ച ഞാൻ വന്നു, ഞായറാഴ്ച ഞാൻ പോയില്ല, തിങ്കളാഴ്ച ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് ഇപ്പോൾ അമ്മയ്ക്ക് തീരെ വയ്യ. അന്ന് ഞാൻ ബെഡ് ബാത്ത് ചെയ്തു. അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു, അവിടുത്തെ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഓക്കെ നീ ഇച്ചിരി വെള്ളം കൊടുത്തേക്കാൻ പറഞ്ഞു. അന്ന് ഞാൻ അമ്മയ്ക്ക് ഇറക്കാൻ പറ്റില്ല, പക്ഷേ പയ്യെ വെള്ളം കൊടുത്ത് പയ്യെ ഇരുന്ന് ഞാൻ കുറേ ടൈം എടുത്താൽ കൊടുത്തേ. ഞാനൊരു 10:30 ആയപ്പോൾ ഇറങ്ങി, 11 മണിയായപ്പോൾ അമ്മ മരിച്ചു. എനിക്കത് ശരിക്കും അറിയാം, ദൈവം എനിക്ക് വേണ്ടി അത് വെയിറ്റ് ചെയ്യിപ്പിച്ചാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അവരെ നോക്കാനുള്ളൊരു കൃപയും, സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ നേഴ്സാണ്, പക്ഷെ എനിക്ക് ഇങ്ങനെ കുളിപ്പിക്കുക, അങ്ങനെ മോഷണമൊക്കെ ചിലപ്പോൾ ചെല്ലുമ്പോൾ അവർ മോഷണി കുളിച്ച് കിടക്കുമായിരിക്കും. അതൊക്കെ എടുക്കാൻ നേരത്തെ എനിക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ കർത്താവിന് വേണ്ടി ചെയ്ത് കൊടുക്കണമെന്ന് ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പം എത്ര അമ്മമാരെ കുളിപ്പിക്കാൻ കിട്ടിയാലും എനിക്ക് അതൊരു കുഴപ്പമില്ലാത്ത രീതിക്കായി. അതുപോലെ തന്നെ ഒരു കൊച്ചിന് തീരെ സാമ്പത്തികം ഇല്ലാത്തൊരു കൊച്ചായിരുന്നു. അപ്പോൾ അവൾക്ക് വേണ്ടി ഒരു ഗോൾഡിൻ്റെ മോതിരം വെഡ്ഡിങ് റിങ് കൊടുക്കാൻ വേണ്ടി ഞങ്ങളെ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ പത്രം ഞാൻ വീടുകളിൽ കയറി നടന്നാണ് കൊടുക്കുന്നത്. ഒരു ദിവസം ഞാൻ ഈ പത്രം കൊടുക്കാൻ പോയപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ കൂടുതലിങ്ങനെ പറഞ്ഞെനിക്ക് കൊടുക്കാൻ അറിയില്ലായിരുന്നു. പക്ഷെ അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് മറ്റുള്ളവരോട് എനിക്ക് നിന്നെ തിരുക്കുമാരനെ പറ്റി എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണേന്ന് പറഞ്ഞു. അന്ന് ഞാനൊരു വീട്ടിൽ ചെന്ന് ഇങ്ങനെ ഞാൻ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും കാര്യം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു, മോളെ നിൻ്റെ ഏജുള്ളൊരു മോൻ എനിക്കുണ്ട്, പക്ഷേ അത്ര ഏജുണ്ട് എങ്കിലും എനിക്ക് പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ കർത്താവിനെ പറ്റി മോക്ക് ഇത്ര നന്നായിട്ട് പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരൊറ്റ കൃപയാണെന്ന് പറഞ്ഞു. എന്നെനിക്ക് മനസ്സിലായി മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന്. അതേപോലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും കർത്താവ് മാതാവിൻ്റെ കൂടെ നിൽക്കണമല്ലോ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ എന്തൊരു തീരുമാനം എടുക്കാനാണെങ്കിൽ പോലും എനിക്ക് ഇപ്പോൾ സങ്കടം വന്നിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ബൈബിൾ തുറക്കുമ്പോൾ എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടാറുണ്ട്. ഇത്രത്തോളം അനുഗ്രഹിച്ച മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഒരിക്കലും അമ്മ മാതാവിനും ആദ്യം തന്നെ എൻ്റെ 1000 നന്ദി. എൻ്റെ പേര് ടിനിയം തോമസ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അമ്മ റേച്ചൽ തോമസ് ആണ്. ഞങ്ങൾ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലാണ് കൂടി നടക്കുന്നത്. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 6/5/2023 ആദ്യമായി എൻ്റെ ചേട്ടനാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. പിന്നെ അമ്മയും അച്ഛനും വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി ജീവിതം എന്താണെന്ന് എനിക്ക് അവരിൽ നിന്നാണ് കൂടുതലും മനസ്സിലാവാൻ പറ്റിയത്. അവർ പ്രാർത്ഥിക്കുമ്പോൾ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയും അതുവഴി എനിക്ക് ഉടമ്പടി ജീവിതം എന്താണെന്ന് മനസ്സിലാവുകയും ഇവിടെ വന്ന് എൻ്റെ ബർത്ത്ഡേ ദിവസം തന്നെയാണ് എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചത്. അതുവഴി എനിക്ക് പുതിയൊരു ജീവിതത്തിലോട്ട്, അതായത് പുതിയൊരു വർഷത്തേക്ക് എനിക്ക് ആത്മീയമായിട്ട് വളരാനായിട്ട് സാധിച്ചു. ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സായിരുന്നു പഠിച്ചത്. ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന് പ്രൈവറ്റ് ജോബ് ലഭിക്കില്ല, ഗവൺമെൻറ് ജോബ് മാത്രമേ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു വെല്ലുവിളിയായിരുന്നു. എനിക്ക് ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ എനിക്കത് കിട്ടുമോ, അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ജനറൽ കാറ്റഗറിക്ക് കിട്ടുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷേ മാതാവ് എനിക്കത് നടത്തി തന്നു. എനിക്ക് 11ാമത്തെ റാങ്ക് വന്നു. 9 വേക്കൻസി റിപ്പോർട്ട് ചെയ്തതിൽ 9ാമത്തെ റൊട്ടേഷനിൽ എനിക്ക് നേടിത്തന്നു. ഇപ്പം ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്താണെങ്കിലും വെരിഫിക്കേഷൻ്റെ സമയത്താണെങ്കിലും അമ്മ മാതാവ് എൻ്റെ കൂടെ വന്ന് അമ്മ മാതാവ് ഇടപെട്ടു. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ വചനം എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ വചനം, നീ എവിടെ പോയാലും ദൈവം നിന്നോട് കൂടെയുണ്ടെന്നുള്ള വചനമാണ്. അതുവഴി എനിക്ക് മനസ്സിലായി എനിക്കത് സാധിക്കാൻ എനിക്ക് കിട്ടും എന്നെനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു.
ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു. പിന്നെ അമ്മ മാതാവിൻ്റെ ഇടപെടൽ കാരണം എനിക്കത് പൂർണ്ണമായിട്ട് അതെനിക്ക് മാറുകയും പരീക്ഷ നല്ലോണം എഴുതാനും പറ്റി. പരീക്ഷയുടെ സമയത്ത് ഇവിടെ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വന്നു കൊണ്ടുവരുന്നു. അപ്പം എനിക്ക് കൂടുതൽ വിശ്വാസമായി. അതുപോലെ 11ാമത്തെ റാങ്ക് കിട്ടിയതിൻ്റെ കൂടെ തന്നെ ആദ്യത്തെ റൊട്ടേഷനിൽ കിട്ടുകയും ചെയ്തു. അതുപോലെ ഇന്നലെയാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നത്. മാർച്ച് 7 അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ്. അമ്മ തന്ന ജോലി ആയതുകൊണ്ടാണ് മാർച്ച് 7 എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊണ്ടുവന്ന് കിട്ടിയത്. അതും എൻ്റെ പപ്പായുടെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അന്ന് തന്നെ അമ്മയ്ക്കും പപ്പായ്ക്കും ഒരു ഗിഫ്റ്റായിട്ട് എനിക്കത് കൊടുക്കാൻ പറ്റി. ആരോടും പറഞ്ഞിട്ടില്ല, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് മാത്രമേ എല്ലാവരോടും പറയത്തുള്ളൂ വാശിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴാണ് എല്ലാവരോടും പറയുന്നത്, ഇവിടെ വന്നാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു കാര്യം ഉണ്ടായെന്ന് പറയുന്നത്. അപ്പോയിൻമെൻറ്റ് ലെറ്ററാണിത്. എനിക്ക് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 എന്ന തസ്തികയിലാണ് പുനലൂർ മുനിസിപ്പാലിറ്റിയിലാണ് ലഭിച്ചത്. അത് 9 വേക്കൻസിയിൽ മാതാവ് എന്നെ പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാൻ പറ്റി. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ജോലി കിട്ടാൻ കാരണം അമ്മമാരാണ്. ഞാൻ എവിടെ പോയാലും ഇപ്പം പ്രതീക്ഷീകരണ പ്രവർത്തനം ചെയ്യുമ്പോഴാണേലും നിൻ്റെ പ്രയത്നം നീ ദൈവത്തിൽ അർപ്പിക്കുക, നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുമ്പോൾ നിൻ്റെ പ്രയത്നം കർത്താവ് ഫലമണിയിക്കും എന്നുള്ള സുഭാഷിതം 16:3 എന്നുള്ള വചനം ഞാൻ എന്നും പ്രാർത്ഥിക്കും. അതുപോലെ വിശ്വാസപ്രമാണം എൻ്റെ ഉടമ്പടി പത്രികയിലും അതുപോലെ തന്നെ എൻ്റെ പത്രത്തിലും അതിൽ പിൻ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നത്. എവിടെ പോയാലും തൈലവും തേച്ച് അതുപോലെ തന്നെ ഉടമ്പടി ഉപ്പ് അതുപോലെ തേൻ ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. അച്ഛൻ്റെ കാശുരൂപം കിട്ടി. അത് വെച്ച് പ്രാർത്ഥിച്ച് മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇത്രയും പെട്ടെന്ന് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ജോലി കിട്ടാൻ സാധിച്ചു. ഒരുപാട് നന്ദിയുണ്ട്. ഇതെൻ്റെ അമ്മയുടെ. എൻ്റെ പേര് റേച്ചൽ തോമസ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു. ആദ്യമായി അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. 25 വർഷമായി എനിക്ക് ചുമയുടെ അസുഖം ഉണ്ടായിരുന്നു. പല മരുന്നുകൾ കഴിച്ചിട്ടും കുറഞ്ഞില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഉപ്പും തൈലവും എല്ലാം ഉപയോഗിച്ചതിന് ശേഷമാണ് എൻ്റെ ചുമ മാറിക്കിട്ടിയത്. പിന്നെ അതുപോലെ വീടിൻ്റെ കാര്യമാണെങ്കിലും ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് നടത്തിയതിന് ശേഷം വീടിനുള്ള എഗ്രിമെൻറ്റ് ചെയ്തു. അടുത്ത മാസം വീടിൻ്റെ പണി തുടങ്ങാനാണ് ഇരിക്കുന്നത്. മകൻ്റെ കാര്യമാണെങ്കിലും ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അവൻ ഗൾഫിൽ പോകാനുള്ളതെന്നും എല്ലാം ശരിയായത്. എല്ലാം അമ്മ മാതാവിനോടും തിരുകുമാരനോടും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനും അമ്മയും ബസ് സ്റ്റാൻഡിലും അതുപോലെ ബസ് സ്റ്റോപ്പിലും അതുപോലെ തന്നെ സ്കൂളുകളിൽ അതുപോലെ ആരെങ്കിലും ബസ് സ്റ്റോപ്പുകളിലെല്ലാം ഞങ്ങൾ പത്രം, അമ്മയാണെങ്കിലും ഞാനാണെങ്കിലും എല്ലാം എല്ലാ ദിവസവും 18 പത്രം കിട്ടുന്ന എല്ലാ ദിവസവും ഞങ്ങൾ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. വിശ്വാസപ്രമാണം എഴുതി ഞാൻ പത്രത്തിൽ വെച്ചിട്ടാണ്, ഒരു ധൈര്യത്തിന് വേണ്ടി ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ടാണ് പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ളത്. കാരുണ്യപ്രവർത്തനമായിട്ട് ഞങ്ങൾ അടുത്തുള്ള ഗാന്ധി ഭവനിൽ കുട്ടികൾക്ക് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും അതുപോലെ തന്നെ പൈസയും, പിന്നെ ആരെൻ്റെ മുമ്പിൽ പൈസയുടെ കാര്യത്തിൽ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഞാൻ സാധിച്ചു കൊടുക്കുമായിരുന്നു. ആത്മീയമായിട്ട് കൂടുതൽ വളരാൻ എനിക്ക് ഉടമ്പടി വഴി സാധിച്ചു. പള്ളിയിൽ പോകാനും കുർബാനയ്ക്ക് കൂടാനും അതുപോലെ വേദപുസ്തകം വായിക്കാനും വചനങ്ങൾ ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്യുമായിരുന്നു. അതുവഴി എനിക്ക് കൂടുതൽ ആത്മീയമായിട്ട് വളരാനായിട്ട് ഈ ഉടമ്പടി വഴി സാധിച്ചു. അമ്മയ്ക്കും യേശോയ്ക്കും ഒരുപാട് നന്ദി. അതുപോലെ കഴിഞ്ഞ ധ്യാനത്തിൽ അച്ഛൻ ഗോൾഡൻ 7 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7-ാം തീയതി അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം എനിക്ക് ഇന്നലെ തന്നെ ഈ അപ്പോയിൻമെൻറ്റ് കിട്ടി. അമ്മയ്ക്കും യേശോപ്പച്ചനും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു.